കൊടുങ്ങല്ലൂർ വെടിവെപ്പ് കഴിഞ്ഞിട്ട് 46 വർഷം. രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ്. ലാബ്സ് MHL. വീണ്ടും ഒരു ആഗസ്റ്റ് 8. കൊടുങ്ങല്ലൂർ വെടിവെപ്പ് കഴിഞ്ഞിട്ട് ഇന്നേക്ക് 46 വർഷം. 1979 ആഗസ്റ്റ് 8-നായിരുന്നു പ്രദേശത്തെ പിടിച്ചുകുലുക്കിയ വെടിവെപ്പ് നടന്നത്. നിസാരമായ ഒരു സംഭവമാണ് അവസാനം പോലീസിന്റെ വെടിവെപ്പിൽ കലാശിച്ചത്. അന്നത്തെ പോലീസ് രാജിൽ ഒരു ജീവൻ നഷ്ടമാവുകയും നിരവധി പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. കൊടുങ്ങല്ലൂർ ബോയ്സ് ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന 2 വിദ്യാർത്ഥികൾ സൈക്കിളിലിരുന്ന് യാത്ര ചെയ്തെന്നും പറഞ്ഞ് പോലീസ് ആക്രമിച്ചതായിരുന്നു സംഭവങ്ങളുടെ തുടക്കം. പോലീസ് ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ബോയ്സ് ഹൈസ്കൂളിൽ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ചേർന്ന് പഠിപ്പ് മുടക്കി. വിദ്യാർത്ഥികളെ ഉപദ്രവിച്ച പോലീസിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പ്രദേശത്ത് ക്രമസമാധാനം തകരുമെന്നതായതോടെ പോലീസ് ലാത്തി വീശി. വിദ്യാർത്ഥികൾ ചിതറിയോടിയെങ്കിലും സമരമുഖത്തേക്ക് ജനം ഒഴുകിയെത്തി. 6 വട്ടം പോലീസ് ലാത്തി ചാർജ് നടത്തി. വട്ടക്കുളത്തിന്റെ അടുത്തുണ്ടായിരുന്ന ഇഷ്ടിക ഉപയോഗിച്ച് സമരക്കാർ പോലീസിനെ ആക്രമിച്ചു. ആക്രമണത്തിൽ പോലീസിനും പരിക്കുപറ്റി. കൊടുങ്ങല്ലൂർ നഗരം മണിക്കൂറുകളോളം മുൾമുനയിൽ നിന്നു. സമരക്കാരും പോലീസും മുഖാമുഖം. ഇതിനിടയിൽ പോലീസ് പ്രതിഷേധക്കാർക്കെതിരെ വെടിവെച്ചു. പ്രതിഷേധത്തിലോ സമരത്തിലോ പങ്കെടുക്കാതെ റോഡിന്റെ കിഴക്ക് ഭാഗത്ത് ചായ കുടിച്ചു നിന്നിരുന്ന ഉഴുവത്തുകടവ് സ്വദേശി ലത്തീഫിന്റെ നെഞ്ചിലാണ് വെടിയുണ്ട തറച്ചത്. സമരമുഖത്തില്ലാതിരുന്ന ലത്തീഫ് ഓഗസ്റ്റ് 8-ന്റെ രക്തസാക്ഷിയായി. തുടർന്ന് വ്യാപാര സ്ഥാപനങ്ങളും പാർട്ടി ഓഫീസുകളും വ്യാപകമായി ആക്രമിക്കപ്പെട്ടു. ദിവസങ്ങളോളം നിരോധനാജ്ഞ തുടർന്നു. പിന്നീട് എല്ലാ വർഷവും ഓഗസ്റ്റ് 8-ന് സമരത്തിന്റെ വേലിയേറ്റമായിരുന്നു. 90 കാലഘട്ടത്തിൽ അധ്യാപകരും രക്ഷിതാക്കളും സമരം നിർത്തുന്നതിനായി വിദ്യാർത്ഥി പ്രതിനിധികളുടെ യോഗം വിളിച്ചു. ഒരു സംഘടനയൊഴിച്ച് ബാക്കി എല്ലാവരും സമരം ചെയ്യുമെന്ന നിലപാടെടുത്തു. അക്കൊല്ലത്തെ സമരം പരാജയമായി. അവസാന ഘട്ടത്തിൽ RR സന്തോഷ്, KP സുനിൽകുമാർ, PK വിനയൻ, CR ജിജീഷ്, പ്രവീൺ, ഷൈൻ, ഷിബു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സമരം. കാലക്രമേണ ബോയ്സ് ഹൈസ്കൂൾ സമരത്തിൽ നിന്ന് പിന്മാറി.